നമസ്കാരം. നമ്മൾ ഇന്ന് 4 റൂട്ടിൻ്റെ യാത്രയിൽ എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നൊരു വീഡിയോയിലൂടെ ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ടുള്ള പല റെസ്പോൺസും തരികയുണ്ടായി. പല ആളുകളുടെ സംശയം അതിൽ വരികയുണ്ടായി. പല രീതിയിലുള്ള എൻക്വയറികൾ ഞങ്ങൾക്ക് വരികയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വന്നൊരു വീഡിയോയിലൊരു കമൻ്റായിട്ടൊരു ആൾ ചോദിച്ചതാണ്, എന്തുകൊണ്ട് നമുക്ക് കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ പച്ചക്കക്ക കൊണ്ട് മാത്രം നമുക്കൊരു ഫുൾ pH-നെ കൺട്രോൾ ചെയ്യുന്നൊരു സ്റ്റെബിലൈസിങ്ങിലേക്ക് എത്തിക്കൂടാ എന്നുള്ളത് പല ആളുകൾക്കുള്ളൊരു സംശയമാണ്. ആ സംശയത്തെ ഞങ്ങൾ പൂർണ്ണമായും മാനിക്കുന്നു. കേരളത്തിലെ തന്നെ പാലക്കാട് ചിറ്റൂർ താലൂക്കിലാണ് ക്ഷാരസ്വഭാവമുള്ള മണ്ണ് കാണപ്പെടുന്നത്. ബാക്കിയുള്ള ലാൻഡിനെ മൊത്തത്തിൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ മൈൽഡ് അസിഡിക് എന്നും ഹെവി അസിഡിക് എന്നും രണ്ടായി നമുക്ക് തരംതിരിക്കാം. അതിൽ തന്നെ ഹെവി അസിഡിക് പ്രദേശങ്ങളിൽ തന്നെ ഉയർന്ന അസിഡിക് വാല്യൂ കൂടുതലുള്ള സ്ഥലമാണ് കുട്ടനാട് താലൂക്കിൽ വരുന്ന കോൾപ്പാടങ്ങൾ ഇറങ്ങുന്ന പ്രദേശം. അപ്പോൾ ഈ കോൾപ്പാടങ്ങൾ അളങ്ങുന്ന പ്രദേശം ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ശരിക്കും ഇടുക്കി ജില്ലയിലാണ്. ഇവിടുത്തെ ശരിക്കും pH ലെവൽ പറയുകയാണെങ്കിൽ സാധാരണയായി കണ്ടുവരുന്നത് 5 മുതൽ 6.5 ഇതിനിടയിലുള്ളൊരു pH വാല്യൂ ആണ് സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ കുട്ടനാട് താലൂക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സാധാരണയായി കാണപ്പെടാൻ പറ്റുന്നത് ഒരു 3 മുതൽ 5 വരെ, 3 മുതൽ 4 വരെയുള്ള ആ ഒരു റേഞ്ചിലായിരിക്കും സാധാരണയായി അവിടെ ഉള്ളത്. അതായത് ഉയർന്ന ആസിഡിക് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. അത്തരത്തിലുള്ള പ്രദേശത്ത് സാധാരണയായി പച്ചക്കക്ക ഉപയോഗിച്ചാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ അവിടെ സാധാരണയായി നമുക്കൊരു ഉയർന്ന ലെവലിലേക്ക് pH ഉടനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കുമ്മായം തന്നെ സാധാരണ ഉപയോഗിക്കേണ്ടി വരും. കുമ്മായം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് ആ ഒരു കുമ്മായത്തിലൂടെ ഉണ്ടാകുന്നൊരു ന്യൂട്രലൈസിങ് ദീർഘകാലത്തേക്ക് നീണ്ടു നിർത്താൻ വേണ്ടി പച്ചക്കറിയും കൂടി അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു pH ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ന്യൂട്രലൈസിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വാല്യൂവിനെ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ പറ്റും. അതാണ് നമുക്ക് പച്ചക്കക്ക പൊടിയും കുമ്മായം കൂടെ ചേർത്ത് കുട്ടനാട്ടിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിലുള്ളൊരു പ്രത്യേകതരം കേസ്. കുട്ടനാട് എപ്പോഴും ഒരു പർട്ടിക്കുലർ കേസാണ്. അത് കൃഷി ഉദ്യോഗസ്ഥർക്കും കൃഷി ഭവനിലുള്ള ആളുകൾക്കൊക്കെയും അത് ഒരു സെപ്പറേറ്റ് കേസായിട്ട് തന്നെയാണ് കുട്ടനാട്ടിലുള്ള കൃഷി രീതിയെ പറ്റി പഠിക്കാനുള്ളത്. കുട്ടനാട്ടിലെ ഒരു കൾട്ടിവേഷൻ്റെ ഒരു കൾച്ചറും അതിനുള്ള ലാൻഡ്സ്കേപ്പും അവിടുത്തെ ഉള്ളൊരു ലാൻഡിൻ്റെ സ്ട്രക്ചറും സോയിലിൻ്റെ സ്ട്രക്ചറും എല്ലാം ഡിഫറൻ്റ് ആണ്. കേരളത്തിൽ മറ്റെവിടെയും കാണപ്പെടുന്ന പോലെയല്ല, അവിടുത്തെ ഉള്ളൊരു പ്രത്യേകതരം രീതിയാണ്.